സുന്ദരോജുല പ്രഭാതകാന്തി ചിന്തിതം സുമങ്ങളായിടാവും ഞങ്ങൾ ഭാരകത്തിൽ വാടിലും ഇന്നു നിന്ന താലിലും വിടർന്ന താരകത്തിലും നിറഞ്ഞിടും പ്രഭാവമേ വിളക്ക് വെക്കും നിങ്ങൾ ഗതലീലവാനമായി കനമുയർത്തി ഞങ്ങളിൽ അനുഗ്രഹിക്കാൻ നിത്യഹേ നിതാന്ത വത്സരോ സുഖം നിതാന്ത വത്സരോ സുഖം ദാന്ത വത്സരോ സുഖം. ഈ വേദിയിലുള്ള എല്ലാ വിശിഷ്ട അതിഥികൾക്കും 10 മണിപ്പൂക്കളുടെ ഞങ്ങളുടെ കൂട്ടുകാർക്കും ഈ സ്കൂളിലെ അധ്യാപകർക്കും കുട്ടികൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാർ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ഞങ്ങൾ 10 മണിപ്പൂക്കളുടെ ഒരു സഹായമായിട്ട് ട്രൈബൽ കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഞങ്ങളുടെ ചാരിറ്റി സൊസൈറ്റിയുടെ ഉദ്ഘാടനത്തിനും ഞങ്ങളുടെ ഈ സൗഹൃദ കൂട്ടായ്മ എന്നും നല്ല നിലയിൽ മുമ്പോട്ട് പോകുവാനും ഞങ്ങൾ നന്നായി സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. പിന്നെ എൻ്റെ കടമ സ്വാഗതം പറയുക എന്നതാണ്. ഞങ്ങളുടെ ചീഫ് അഡ്മിൻ അധ്യക്ഷനായിട്ട് സജീവ് കെ തങ്കപ്പൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ മുഖ്യ അതിഥിയായിട്ട് ഇവിടെ ലഹരി വിമുക്ത ക്ലാസ് നയിക്കുന്ന ശ്രീ മണി ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ വളരെയധികം സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുർത്തിക്കുടി സ്കൂളിലെ മാഷ് മുരളീധരൻ മാഷിന് ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത വാർഡ് മെമ്പർ MS ചന്ദ്രനെ ഈ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. PTA പ്രസിഡന്റ് ഈ വേദിയിലേക്ക് സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആശംസ അറിയിക്കുന്നതിനായിട്ട് ഞങ്ങൾ 10 മണിപ്പൂക്കളുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന പോളിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മുൻ വാർഡ് മെമ്പർ രാമു ചേട്ടനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ആശംസ അറിയിക്കുന്നതിനായിട്ട് PV ജോയ് ചേട്ടനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. 10 മണിപ്പൂക്കൾക്കും ഈ സ്കൂളിലെ അധ്യാപകർക്കും കുർത്തിക്കുടി സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നാട്ടുകാരെയും എല്ലാവരെയും വളരെയധികം സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അധ്യക്ഷൻ എന്ന നിലയിൽ സജീവിനെ ക്ഷണിക്കുക. നമ്മുടെ അടിമാലിയിലെ SLC 8788 ബാച്ചിൻ്റെ 10 മണിപ്പൂക്കൾ എന്നുള്ള ഒരു കൂട്ടായ്മയിൽ നിന്ന് ഞങ്ങൾ തുടങ്ങി വെച്ചതാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്ന ഈ പ്രോഗ്രാം. നിസ്സാരം 1-2 പേരെ കണ്ടെത്തിക്കൊണ്ട് എല്ലാവരും ഒന്നും കണ്ടെത്താൻ കഴിയും, അന്നത്തെ ബാച്ചിലെ ആളുകൾ കണ്ടെത്താൻ കഴിയുന്ന ഞങ്ങൾക്കൊരു വിശ്വാസമില്ലായിരുന്നു. എങ്കിൽ പോലും കുറച്ച് നമ്മൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഞങ്ങളുടെ അന്നത്തെ ആ ബാച്ചിലുള്ളൊരു 100ഓളം അടുത്ത ആളുകളെ നമുക്ക് കണ്ടെത്തിക്കൊണ്ട് 10 മണിപ്പൂക്കൾ എന്ന ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി അതിൽ നിന്ന് ഞങ്ങളൊരു റീയൂണിയൻ സംഘടിപ്പിച്ച് അതിൽ നിന്നൊക്കെ നമുക്ക് വളരെ ഡെവലപ്പായി. ഇന്നിപ്പോൾ കുറച്ച് ആളുകൾക്കൊക്കെ നമുക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ചികിത്സാ സഹായമായിട്ടും മറ്റ് പ്രതീക്ഷോഭം ഉണ്ടായപ്പോഴൊക്കെ നമുക്ക് ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇന്നിപ്പോൾ നമ്മുടെ ഈ സ്കൂളിലേക്ക് വേണ്ടി ചെറിയ, ഒത്തിരി വലുതൊന്നും അല്ലെങ്കിൽ പോലും ചെറിയ കുറച്ച് സഹായങ്ങൾ നമുക്ക് ആ കൂട്ടായ്മയുടെ പേരിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ദിവസമാണിന്ന്. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇനിയുള്ള നമ്മുടെ മുൻപോട്ടുള്ള എല്ലാ പ്രോഗ്രാമുകൾക്കും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഞാൻ അധികം സംസാരിക്കുന്നില്ല, നിർത്തുകയാണ്.
എന്തായാലും ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം 87-88 ബാച്ചിലെ സ്റ്റുഡൻസ് 10 മണി പൂക്കൾ എന്ന പേരിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങുകയും അതുമായി മുമ്പോട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അതുപോലെ തന്നെ 10 മണി പൂക്കളിലെ 10 മണി പൂക്കൾ കൂടുമ്പോൾ ഇമ്പമുള്ളതായതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു പ്രോഗ്രാം നിങ്ങൾക്ക് കണ്ടന്റ് ചെയ്യാൻ സാധിച്ചത്. നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ പേരൻസിന് എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പെട്ടിമുടി സ്കൂള് തിരഞ്ഞെടുത്തത് വളരെ സന്തോഷമുണ്ട്. ഏകദേശം ഒരു കുട്ടിക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള ആവശ്യങ്ങൾ കുറഞ്ഞതൊരു 1500-2000 രൂപയെങ്കിലും വേണ്ടി വരും. അതിനനുസരിച്ച് അവരുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ നൽകാൻ സാധിച്ചത് വളരെ സന്തോഷം തന്നെയാണ്. കാരണം ഓരോ പേരൻസിനും നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം എത്രമാത്രം സാമ്പത്തികം ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. അപ്പം നമ്മൾ ഒരു കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ഘട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് ഈ 10 മണി പൂക്കൾ എന്നൊരു ചാരിറ്റബിൾ സൊസൈറ്റിയും അവരുടെ ഓരോ പൂക്കളും ഇങ്ങനെയുള്ളൊരു സന്മനസ് കാണിച്ചതിൽ വളരെ അഭിമാനം തോന്നുകയാണ്. ഇപ്പോൾ നമുക്ക് കൂടെയുള്ള ആളുകളെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ് മനസ്സെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം അവർ പറയാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങളും സന്തോഷങ്ങളും സുഖങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മനസ്സ് ഏറ്റവും നല്ല ഉള്ളതുകൊണ്ടാണ് ഈ 10 മണി പൂക്കളിൽ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ സാധിച്ചത്. ഓരോ ആവശ്യങ്ങൾക്കും ആ കാര്യങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് മുമ്പോട്ട് തന്നെ നല്ല രീതിയിൽ പോകട്ടെ. എന്തായാലും എന്നെ പ്രിനേഷേട്ടൻ വിളിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നൊരു ദിവസം ഈ കുട്ടികളുടെ കൂടെ കൂടാൻ ചെയ്യാൻ സാധിച്ചു. ഞാൻ ഒരു അംഗൻവാടി ടീച്ചറും കൂടി ആയതുകൊണ്ട് കുട്ടികളുടെ കൂടെ ഇരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം കുട്ടികളുടെ കൂടെ ഇരുന്ന് നമ്മളിതെല്ലാം കളിയും ചിരിയും അതുപോലെ തന്നെ ഈ ഒരു ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷം. എന്തായാലും ഈ യോഗത്തിൽ പങ്കെടുപ്പിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയനായ പ്രഥമ വനിത സൗമ്യ അനിൽ അവറുകൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന അതിവിശിഷ്ടരായ വ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിലിരിക്കുന്ന ഏറ്റവും സുന്ദരന്മാരും സുന്ദരികളുമായ കുട്ടികളെ, ഏവർക്കും ഇടുക്കി ജില്ലാ ജനമൈത്രി പോലീസിന്റെ വിനീത നമസ്കാരം. വളരെ സന്തോഷം നൽകുന്ന ഒരു മുഹൂർത്തത്തിനാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം 1987 ഒരുപക്ഷെ നമ്മുടെ അടിമാലിയുടെയൊക്കെ ചിത്രമൊക്കെ 87 ആകുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ 10ാം ക്ലാസ് വരെ പഠിച്ച് 10ാം ക്ലാസ്സിൽ SLC കഴിഞ്ഞ ഒരു ബാച്ച് 36 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തൊരുമിച്ച് ചേരുകയും ആ ഒത്തൊരുമിച്ച് ചേരുമ്പോൾ തങ്ങൾ പഠിച്ചുപോയ കാലഘട്ടങ്ങൾ ഓർക്കുകയും ആ കാലഘട്ടത്തിൽ അനുഭവിച്ച വേദനകളും പഠിക്കുവാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ഒക്കെ അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്ന തെളിവാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതെന്ന് ഞാൻ കരുതുകയാണ്. തങ്ങൾ പഠിച്ചു യാതനകളൊക്കെ അനുഭവിച്ച് പഠിച്ച് ഇന്ന് ആധുനിക കാലഘട്ടത്തിലെത്തി ഒട്ടേറെ നല്ല നിലയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തങ്ങളെപ്പോലെ തന്നെ വിഷമിപ്പിക്കുന്ന ഒട്ടേറെ കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നും നമ്മുടെ പിന്നോക്കം നിൽക്കുന്ന മേഖലകളുണ്ടെന്നും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് തങ്ങളുടെ കടമയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിക്കുകയും അതിന്റെ നേതൃത്വത്തിൽ പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ അവരുടെ സ്വന്തം നിലയിൽ സ്വന്തം സമ്പാദ്യത്തിൽ മാറ്റിവെച്ച് തുകകൊണ്ട് നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ പ്രസക്തമായ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്, ഒരു മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം. എല്ലാ മനുഷ്യനിലും അറിവുണ്ട്. അവനിലെ മനുഷ്യന്റെ തിന്മകളെ മുഴുവൻ ഇല്ലാതാക്കി അവനെ ഒരു പൂർണ്ണ മനുഷ്യനാക്കി തീർക്കുന്ന പ്രക്രിയയുടെ ഭാഗമാണ് വിദ്യാഭ്യാസമെന്ന് സ്വാമി വിവേകാനന്ദൻ പറയുന്നു. ഒപ്പം തന്നെ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ സി രവീന്ദ്രൻ സാറിന്റെ വാക്കുകൾ എന്ന് പറയുന്നത്, ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർന്ന പ്രക്രിയ എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല കണ്ണുകളുണ്ട്, എനിക്ക് 2 കൈകളുണ്ട്, എനിക്ക് കാലുകളുണ്ട്, മനോഹരമാണ് എന്നെ കണ്ടാൽ, അപ്പോൾ ഞാൻ മനുഷ്യനെ ചിന്തിക്കും. അവിടെയാണ് എൻ്റെ പ്രസക്തി. എല്ലാ മനുഷ്യനിലും തിന്മകളുണ്ട്. അവൻ്റെ എല്ലാ തിന്മകളെയും ചെത്തിക്കളഞ്ഞ് അവനെ ഒരു പൂർണ്ണ മനുഷ്യനാക്കി തീർക്കുന്ന, മനുഷ്യത്വമുള്ളവനാക്കി തീർക്കുന്ന, താൻ വേദന അനുഭവിക്കുന്നവരെ കണ്ടാൽ അവരെ സഹായിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്നവരെ കണ്ടാൽ അവരെ ആശ്വസിക്കാൻ കഴിയുന്ന, മറ്റുള്ളവരുടെ വേദനകൾ തൻ്റേതാണെന്ന് കൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാകുമ്പോഴാണ് അവനൊരു പൂർണ്ണ മനുഷ്യനായി തീരുന്നതാണ് പ്രൊഫസർ സാർ നമുക്ക് പറഞ്ഞു തരുന്നത്.
അപ്പോൾ ഈ 10 മണിപ്പൂക്കൾ ഉൾപ്പെടെയുള്ള ആ 1987 അടിമാലി അടിമാലി ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികൾ അല്ല ആ ആളുകൾ അവർ യഥാർത്ഥത്തിൽ മനുഷ്യരായി തീർന്നിരിക്കുന്നു എന്നാണ് ആ പഠനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. തങ്ങൾ പഠിച്ചു, ഒട്ടേറെ യാതനകൾ അനുഭവിച്ചു, ജീവിതത്തിൽ പല പ്രതിസന്ധികളെ തരണം ചെയ്ത് പോകുമ്പോഴും ഈ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ വേദനകൾ തൻ്റേതാണെന്ന് കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപം കൊടുക്കുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനെ സഹായിക്കുവാനായിട്ട് വരുന്ന അവരുടെ ആ നല്ല മനസ്സിനെ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയല്ല. ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ചെറിയൊരു ക്ലാസ് അവസാനം എനിക്കുണ്ട്. ആയതിനാൽ ഈ 10 മണിപ്പൂക്കളുടെ നേതൃത്വത്തിൽ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ അടിമാലി ഗവൺമെൻറ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയായി ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ എനിക്കേറെ സന്തോഷം തോന്നുന്നത് ഈ ബ്രിനീഷ് ഇതിൻ്റെ ചീഫ് കോർഡിനേറ്റർ, ഞാൻ അതൊന്നും പറഞ്ഞു പോകാൻ കഴിയില്ല, MG യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി പ്രവർത്തിച്ച വലിയ ഒരു സംഘാടകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സഹകരണത്തോടുകൂടി വെള്ളത്തൂരിൽ ഒരു പാവപ്പെട്ട സ്ത്രീക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ നല്ല മനസ്സുകൾക്ക് എല്ലാ നന്ദിയും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ്ഫാൻ. കുട്ടികളെ, നമ്മളിന്ന് വളരെ സന്തോഷകരമായ വേളയിലാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇന്ന് ഇവിടെ 10 മണിപ്പൂക്കൾ അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിലെ 87-88 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച 10 മണിപ്പൂക്കൾ അവരാണ് ഈ പ്രോഗ്രാം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ പഠനോപകരണങ്ങളും അതുപോലെ ബാഗ് മുതലായവ വിതരണം ചെയ്യുന്നവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുന്നു. ഈ സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ചാരിറ്റബിൾ സൊസൈറ്റി നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു പറ്റം ജനതയുടെ അവരുടെ കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂള് തന്നെ നമ്മുടെ 10 മണിപ്പൂക്കളിൻ്റെ കൂട്ടായ്മയുടെ ഒരു ചാരിറ്റബിൾ ആക്റ്റായിട്ട് അതിൻ്റെ ഉദ്ഘാടനം നടത്തി തന്നെ ഏറ്റവും വലിയ മഹത്തായ കാര്യമായി ഞാൻ കാണുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു പറ്റം ജനത എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ സ്കൂളും ഇതിൽ പഠിക്കുന്ന കുട്ടികളും ഇവരുടെ മാതാപിതാക്കളും എല്ലാം തന്നെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യരുമായി യാതൊരുവിധ ബന്ധങ്ങളുമില്ലാതെ ഒതുങ്ങി ഒരു മേഖലയിൽ വഴിയില്ലാതെ, വൈദ്യുതി ഇല്ലാതെ, വാർത്താവിനിമയ സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ, വൈദ്യ സഹായം ഒന്നും തന്നെ ഇല്ലാതെ ഒരു മേഖലയിൽ താമസിച്ചു വന്നിരുന്ന ആളുകൾ അവരെ കൈപിടിച്ചുയർത്തി പതിറ്റാണ്ടുകൾ കൊണ്ട് നമ്മളോടൊപ്പം ഒരാളായി തന്നെ അതുപോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യം മാറി മാറി വന്ന നമ്മുടെ സർക്കാരുകളും ഇതുപോലുള്ള ചാരിറ്റബിൾ സംഘടനകളും മറ്റു സ്നേഹിതന്മാരും ഒക്കെ ചെയ്താണ് ഇവർ പഠിച്ച് ഉന്നതമായ നിലയിലെത്തി. നമ്മളുടെ രാഷ്ട്രപതി തന്നെ ഏത് വിഭാഗത്തിൽ നിന്നാണ് നമുക്കറിയാം, അല്ലേ? രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പരമാധികാരി, ഏറ്റവും വലിയ സൈന്യത്തിന്റെ മേധാവി. ആ രാഷ്ട്രപതി നിങ്ങളിൽ ഒരാളാണ് ഇതുപോലുള്ള സ്കൂളിൽ പഠിച്ച് നമ്മുടെ വരെ എത്തി. നമ്മളിവിടുത്തെ സോമൻ ചെല്ലപ്പൻ, നമ്മുടെ ബ്ലോക്ക് ഈ ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന സോമൻ ചെല്ലപ്പൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് അതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കൈപിടിച്ചുയർത്തുന്ന ഇത്തരമൊരു വേദിയിൽ പ്രസംഗത്തിന് ഒരു പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇനി നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് പ്രസംഗമൊന്നുമല്ല, അവർക്ക് കിട്ടുന്ന കുടയും ബാഗും അതൊക്കെ ഒരു വലിയ കാര്യമായി തന്നെ അവർ കാണുന്നുണ്ട്. പണ്ടങ്ങനെ ഇതൊന്നും കിട്ടിയിട്ടുള്ള കാലഘട്ടത്തിലല്ലായിരുന്നു. അവർക്കിടേതായ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നവരെ കേട്ടിട്ടുള്ള, അവര് താമസിച്ചു വന്നിരുന്ന കാലങ്ങളിൽ അവരുടെ ആരെയും ഈ വന്യമൃഗങ്ങളോ ആനയൊന്നും ഉപദ്രവിച്ചതായിട്ട് നമ്മൾക്കറിയത്തില്ല. ആന ഉപദ്രവിച്ചതൊക്കെ നമ്മുടെ നാട്ടുകാരെ തന്നെ നമ്മൾ കേട്ടിട്ടില്ലേ? ഏതെങ്കിലും ആദിവാസി സഹോദരന്മാരെ ആനയോ മറ്റു മൃഗം അവരും ഇവരുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ ആ മൃഗങ്ങളും അങ്ങനെ ജീവിച്ചു പോകുന്നു, ഇപ്പോഴും ജീവിച്ചു വരുന്നു. പക്ഷെ മറിച്ച് തിരിച്ചാണ് ഇങ്ങോട്ട്. അപ്പം അവർക്ക് അവരുടേതായ ഒരു ഭാഷയുണ്ടായിരുന്നു, അവരുടേതായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ആ സംസ്കാരത്തിലാണ് അവർ വളർന്നു വന്നത്. അവരെ കൈപിടിച്ച് ഉയർത്തി നമ്മളുടെ നാടിനോടൊപ്പം ചേർത്ത് അവർക്ക് വിദ്യാഭ്യാസം നൽകി നമ്മളുടെ എല്ലാം IAS തലപ്പത്തിലും അതുപോലുള്ള എഞ്ചിനീയറിംഗ് വിഭാഗത്തിലും അതുപോലുള്ള വലിയ തലപ്പത്തിൽ രാഷ്ട്രപതി വരെ എത്താൻ അവർക്ക് കഴിഞ്ഞു. കേന്ദ്രമന്ത്രിമാരുണ്ട്, ഗവർണർമാരുണ്ട്, അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ നമ്മളുടെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട നമ്മുടെ കുട്ടികളെല്ലാം തന്നെ എത്തി. അതുപോലെ ഈ ഇരിക്കുന്ന എൻ്റെ പിഞ്ചു കുട്ടികളും നാളെ വലിയൊരാളായി, ഡോക്ടറായി, എഞ്ചിനീയറായി, മറ്റു പല മേഖലകളിലും മറ്റു പല ജോലികളിലും ഒക്കെ വരേണ്ട ആളുകളാണ്. അവർക്ക് കൊടുക്കുന്ന പ്രോത്സാഹനം ഈ 10 മണിപ്പൂക്കൾ എന്ന് പറയുന്ന, ഞാനും കൂടി അടങ്ങുന്ന ഈ കുടുംബത്തിൽ പെട്ട ഈ 10 മണിപ്പൂക്കൾ എന്ന ചാരിറ്റബിൾ സംഘടന ഇപ്പോൾ ഏതാണ്ട് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ അതേ ലെവലിലാണ് മുന്നോട്ട് പോകുന്നത്.
നമ്മുടെ 10 മണിപ്പൂക്കളിൻ്റെ ഇതിൻ്റെ അധ്യക്ഷൻ പിന്നെ സജീവനും മറ്റ് അംഗങ്ങൾക്കും ഇവിടെ പങ്കെടുത്ത മറ്റ് കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ, അതുപോലെ തന്നെ ഈ കുട്ടികളുടെ പ്രത്യേകിച്ച് ഈ കുട്ടികൾക്കും പ്രതികൂലമായ ഈ കാലാവസ്ഥയിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഈ കുടുംബത്തിന്റെ പേരിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. പിള്ളേർക്ക് വേണ്ടി രണ്ടുപേരും പാട്ട് പാടാം. പിന്നെ പാട്ടുകാരിയൊന്നുമല്ല. വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലെയോ ആരോ പാടും ശൃംഗാരപദമോ കോകില കൂജനമോ വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലെയോ ആരോ പാടും ശൃംഗാരപദമോ കോകില കൂജനമോ വൈശാഖ പൗർണമിയോ നൂറ്റൊന്നു വെറ്റിലയിൽ നൂറു തേച്ചിരിക്കുന്നു മൂകിൽ മറ കൂടെയുള്ള മൂവന്തി നൂറ്റൊന്നു വെറ്റിലയിൽ നൂറു തേച്ചിരിക്കുന്നു മൂകിൽ മറ കൂടെയുള്ള മൂവന്തി അലതല്ലും പൂങ്കാറ്റിൽ നടനം പഠിപ്പിക്കും മനക്കലെ പറമ്പിലെ ചേമന്തി മനക്കലെ പറമ്പിലെ ചേമന്തി വൈശാഖ പൗർണമിയോ നിശയുടെ ചേയിലെയോ ആരോ പാടും ശൃംഗാരപദമോ കോകില കൂജനമോ വില്ലോട്ടു വളയിട്ട് വെള്ളില തളിരിന്മേൽ ഇല കുറിച്ചന്തനം ചാർത്തുന്നു വെള്ളോട്ടു വളയിട്ട് വെള്ളില തളിരിന്മേൽ ഇല കുറിച്ചന്തനം ചാർത്തുന്നു അലതല്ലും പൂങ്കാറ്റിൽ നടനം പഠിക്കുന്നു മനക്കലെ പറമ്പിലെ ചേമന്തി മനക്കലെ പറമ്പിലെ ചേമന്തി വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലെയോ ആരോ പാടും ശൃംഗാരപദമോ കോകില കൂജനമോ. താങ്ക് യു. അടിമാലി പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ പഠനോപകരണ വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു.
ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ അടിമാലി പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ, അതുപോലെ മണീൻ സാറ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ പ്രോഗ്രാമിൽ കുറത്തിക്കുടി സ്കൂളിനെ ഉൾപ്പെടുത്തിയതിൽ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആദ്യ പ്രവർത്തനത്തിൽ തന്നെ ഞങ്ങളുടെ സ്കൂളിനെ ഉൾപ്പെടുത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിനായി പ്രത്യേകം നമ്മുടെ ബ്രിനേഴ്സിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ പ്രതികൂല സാഹചര്യത്തിലും അവിടെ വന്ന് ഈ പഠനോപകരണങ്ങൾ മേടിക്കാനായി എത്തിയ രക്ഷിതാക്കൾ, അതുപോലെ കുട്ടികൾ, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യാൻ ഏറ്റവും വലിയ രീതിയിൽ ഇതിനോട് ഓടുന്ന ശ്രീ ബ്രണേഷ്, ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച, ഈ പഠനോപകരണ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ, ഇവിടെ നമുക്ക് നല്ലൊരു ക്ലാസ് എടുക്കുവാൻ, ഈ കുട്ടികൾക്ക് നല്ലൊരു ക്ലാസ് എടുക്കുവാൻ ഇവിടെ വന്നിരിക്കുന്ന ശ്രീ KD മണിയൻ സാർ, ഇവിടെ സന്നിഹിതരായ വിശിഷ്ടാതിഥികളെ, വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ പല റീയൂണിയനുകളും ഉണ്ടായിരുന്നിട്ട് കൂടി 10 മണിപ്പൂക്കൾ എന്ന ഈ കൂട്ടായ്മ, 87-88 ബാച്ചിൻ്റെ കൂട്ടായ്മ കുറഞ്ഞ നാൾ കൊണ്ട് മാത്രം സാമൂഹിക സേവന രംഗങ്ങളിൽ ഇതിക്ക് മുന്നേയും പല ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. ആയത് പല അസുഖബാധിതരായിട്ടും അപകടങ്ങളിൽപ്പെട്ട നമ്മുടെ കൂട്ടുകാർക്ക് സഹായഹസ്തം എത്തിക്കുവാൻ 10 മണിപ്പൂക്കൾ ഇതിനോടകം തന്നെ വളരെയേറെ ശ്രദ്ധേയമായ ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഏകദേശം 36 കൊല്ലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ 87-88 ബാച്ചിൽ പഠിച്ച കുട്ടികളുടെ ഇത്രയും സൗകര്യങ്ങളോ കാര്യങ്ങളോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ബാഗുകൾ, കുടകൾ, മറ്റ് സാധനങ്ങൾ എല്ലാവരും വിതരണം ചെയ്യുവാനോ കാര്യങ്ങളോ ഇതുപോലുള്ള സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വെറും ഇലാസ്റ്റിക് കൊണ്ടോ റബ്ബർ ബാൻഡ് കൊണ്ടോ പുസ്തകങ്ങൾ, ബുക്കുകൾ വരിഞ്ഞ് കെട്ടിയിരുന്നാണ് ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ആ കാലഘട്ടം എല്ലാം മാറി. പക്ഷേ അന്ന് വ്യത്യസ്തമായ ഒരു ഈ മേഖലയിൽ നിന്ന് പഠിച്ചിറങ്ങിയ നിരവധി കുട്ടികൾ ഇന്ന് വളരെ ഉന്നതമായ ജോലികളിലും കാര്യങ്ങളിലും ഈ മേഖല ഒരു ആദിവാസി മേഖല എന്ന രീതിയിലല്ല അന്ന്. കാരണം അടിമാലി സ്കൂളിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിച്ചിറങ്ങിയ ഒരു മേഖല കൂടിയാണിത്. ഇന്ന് അവർ റെയിൽവേസിലും അതുപോലെ തഹസീൽദാർ പോസ്റ്റുകളിലും മറ്റും എല്ലായിടത്തും ഇരുന്ന് അവർ ഈ സാമൂഹിക സേവനങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുവാനുള്ള കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തി മറ്റ് ലഹരി കാര്യങ്ങളിലേക്ക് പോകാതെ നമ്മുടെ KD മണിയൻ സാർ അതിനുവേണ്ടി നല്ലൊരു ക്ലാസ് ഇവിടെ എടുക്കും. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ച് കേട്ട് പഠനമാണ് നമ്മളുടെ വിജയം എന്ന രീതിയിൽ എല്ലാവരും, എല്ലാ കുട്ടികളും ഉൾക്കൊണ്ട് നമ്മൾ ഇന്നിവിടെ ഈ ഒരു പ്രോഗ്രാം, ഈ ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരണത്തിന് എല്ലാം സഹകരിച്ച എല്ലാവർക്കും 10 മണിപ്പൂക്കളുടെ പേരിലും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഞാൻ കഴിക്കുമ്പോൾ കേട്ടോ. ഓക്കെ, അമ്മ കയ്യൊക്കെ വിട്ടിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ച്, അമ്മ എനിക്ക് ഒരു പൊമ്മയെ തന്താളേ, അമ്മാവനക്ക് ചിന്ന ഒരു പൊമ്മയെ തന്താളേ. ഇങ്ങനെ ഇങ്ങനെ ഇതല്ല, അമ്മാവനക്ക് ചിന്ന ഒരു പൊമ്മയെ തന്താളേ, അമ്മാവനക്ക് ചിന്ന ഒരു പൊമ്മയെ തന്താളേ. പൊമ്മയെ നാനാട്ടുവേൻ, ആടുവേൻ ഞാൻ പാടുവേൻ, അമ്മാവനെ ചിന്ന ഒരു
ഒരു ഉത്സാഹമുണ്ട് അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു കുഞ്ഞി കളി അല്ലേ? നിങ്ങൾ കളിച്ചിട്ടുള്ള കളിയായിരുന്നു അല്ലേ? എന്ത് കളിയാണെന്നറിയോ? നമുക്ക് കുറച്ച് മീൻ കിട്ടണം. ഞാൻ പറയും മീനുകൾ മീനുകൾ. അത് നിങ്ങൾ പറയരുത്. അപ്പൊ നിങ്ങൾ പറയേണ്ടതെന്നറിയോ? കുളത്തിലെ മീനുകൾ. എങ്ങനെയാ പറയണ്ടേ? എല്ലാരും ഒന്നിച്ച് പറയണം. അപ്പൊ ഞാൻ എന്താ പറയുന്നേ? മീനുകൾ 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 വലക്കാരൻ വന്നല്ലോ. അന്നേരം നിങ്ങൾ അങ്ങനെയല്ല പറയണ്ടേ. എന്നെ പിടിക്കൂല എന്നെ പിടിക്കൂല എന്നെ പിടിക്കൂല എന്നെ പിടിക്കൂല. എങ്ങനെ പോകേണ്ടത്? ഈ വലക്കകത്തൂടെ ഇങ്ങനെ ഓടി ഇങ്ങനെ ഓടി ഇങ്ങനെ ഓടി ഇങ്ങനെ ഓടി ഇങ്ങനെ ഓടി അന്ന് പൊക്കൊള്ളാം. ഒന്നും നോക്കണ്ട കേട്ടോ. റെഡിയല്ലേ? വിട്ടോ വിട്ടോ. മീനുകൾ മീനുകൾ ഓടിക്കേ ഓടിക്കേ. ഇതിന്റെ അകത്തോടെ ഓടണം. ഓടറാ, നമുക്ക് കളിച്ചിട്ടുള്ള. മീനുകൾ 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 വലക്കാരൻ വന്നല്ലോ. അങ്ങനെയല്ലല്ലോ, എന്നെ പിടിക്കൂല എന്നല്ലേ പറയണ്ടേ? വലക്കാരൻ വന്നല്ലോ, എന്നെ പിടിക്കൂല. വലക്കാരൻ വന്നല്ലോ, എന്നെ പിടിക്കൂല എന്നെ പിടിക്കൂല എന്നെ പിടിക്കൂല എന്നെ പിടിക്കൂല. സ്പീഡിലോടിക്കേ. ഞാൻ വിസിലടിക്കുമ്പോ എന്ത് ചെയ്യണം? വലക്കാർ മീൻ പിടിച്ചോളാം കേട്ടാ. ഒരു മീൻ കിട്ടി. എല്ലാവർക്കും കിട്ടിയോ ഓരോ മീന്? ഈ മീനിനെ ഒന്നും വിടരുത് കേട്ടോ. ഈ മീനിനെ കൊണ്ട് നമുക്ക് ഇവിടെ കസേരയിൽ എടുക്കണം. ഒരു മീന് ഒരു മീന്. ഇനി ആർക്കാ കിട്ടിയത്? രണ്ടു മീന്. ഇനി ആർക്കാ കിട്ടിയേ? മൂന്ന് മീന്. ഇനി ആർക്കെങ്കിലും കിട്ടിയോ? അപ്പൊ 3 മീനേ കിട്ടിയുള്ളൂ. നമുക്ക് ആവശ്യമുള്ള ആയില്ല. ഇനി നമുക്ക് പിടിക്കണം. ഇവിടെ ഉണ്ടോ 2 മീന്. ഈ മീനുകളൊന്നും മാറിപ്പോകരുത് കേട്ടോ. ഇവിടെ ഇരുന്നോളാം കേട്ടോ. ഇനിയുണ്ടോ മീന്? ഇല്ലല്ലോ.
ഇതൊരു മീനാ, പോയിരുന്നതാ. ഈ മീനോട് പോയിരുന്നു. ഓക്കെ, അടുത്ത വീണ്ടും നമ്മൾ വല വിരിച്ചേക്കുവാണ്. മീനുകൾ 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 വലക്കാരം വന്നല്ലോ, എന്നെ പിടിക്കൂല. മീനുകൾ 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 വലക്കാരം വന്നല്ലോ. അവിടെ 2 മീന് വന്നേ. ഇവിടെ വന്നിരുന്നു. മീനുകളെല്ലാം അവിടെ വന്നിരുന്നു. ഇല്ലണ്ടോ മീൻ? ഇല്ലല്ലോ. ഒരു മീനും കൂടി, ഒരു മീനും കൂടെ ഉണ്ട്. കുറെ മീൻ കിട്ടിയല്ലോ നമുക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ കുളത്തിൽ നിന്നൊക്കെ മീൻ പിടിക്കുമ്പോ എല്ലാ മീനിനെയും പിടിക്കാൻ കൊള്ളാവോ? ഇവിടെയുണ്ടോ ഒരു മീൻ? നമുക്ക് എല്ലാ മീനിനെയും പിടിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മൊത്തം മീനും തീരും, പിന്നെ മീനില്ല. അടുത്ത വർഷം നമുക്ക് മീൻ പിടിക്കണ്ടേ, അടുത്ത ദിവസം മീൻ പിടിക്കണ്ടേ. അപ്പൊ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, വലക്കാരെല്ലാം കൂടെ ഒന്ന് റൗണ്ട് ആക്കി, വലക്കാരും എല്ലാവരും ബാക്കിയുള്ള മീനുകളും എല്ലാം കൂടെ ഒന്ന് റൗണ്ട് ആക്കി, ആദ്യത്തെ പോലെ കൈ കോർത്ത് റൗണ്ട് ആവാം. റൗണ്ടാക്കി എല്ലാവരും റൗണ്ടാക്കി, എല്ലാരും റൗണ്ട് ആവാം. എല്ലാരും റെഡിയാ. എടാ മീനോ എല്ലാവരും, മീനും വലക്കാരും എല്ലാം റൗണ്ട് ആവണം. നിങ്ങളെല്ലാം ഒറ്റ കക്ഷിയായി. ഇനിയിപ്പം ആരും പിടിക്കണില്ല മീനിനെ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി ആ മീനുകളെ മുഴുവൻ നമുക്ക് സെന്ററിലേക്ക് കൊണ്ടുവരാം. ഇതെല്ലാം കുറെ മീനുകൾ, ആ മീനെല്ലാം നടുവിലേക്ക് വരാം. എല്ലാവരും അതിന്റെ അകത്തോടെ കടന്നു വെക്കും. പൊക്കം മീനുകളെല്ലാം പൊക്കും, മീനുകളെല്ലാം പൊക്കും ഉള്ളിലേക്ക്. മീനുകളെല്ലാം ഉള്ളിലേക്ക് വരൂ. ഇനി മീനുകളെല്ലാം ഒന്ന് റൗണ്ട് ആയിക്കാം അവിടെ. ആ തൊപ്പിയൊക്കെ തല വെച്ച മീനെ, തൊപ്പി മീന്. കയ്യെ പിടിക്കുക. എല്ലാവരും ഒന്ന് റൗണ്ടാക്കി വലിഞ്ഞ്. എനിക്കൊരു സംശയം, മീനുകൾ കള്ളം പറയുന്ന മീനുകളാണോ എന്ന് ഞാൻ ഇന്ന് അറിയാൻ പോവാം. ഈ മീനുകളൊക്കെ കള്ളം പറയോ? ഇച്ചിരി നീങ്ങി നിൽക്കണേ. കുറച്ച് ഇങ്ങോട്ട് പോരാ, ഇങ്ങോട്ട് ഒതുങ്ങി പോരാ. നിങ്ങളവിടെ നിൽക്കുക, കുറച്ച് ഒതുങ്ങി പോരണം കേട്ടാ. ഇങ്ങോട്ട് പോരാ. ഈ മീനുകൾ, എല്ലാ മീനുകളും കൈവിട്ടി. മീനുകൾ മാത്രം നിങ്ങൾ അങ്ങനെ കൈവിടിച്ചോളൂ കേട്ടോ. ഓക്കെ, എനിക്കൊരു സംശയം, മീനുകളൊക്കെ കള്ളം പറയോ മീനുകളാ? ഇല്ല. കള്ളം പറയോ? ഇല്ല. നുണയാരും പറയില്ല. അപ്പൊ അങ്ങനെയാണ് മീനിന്റെ പേരെന്നാ? മീനിന്റെ പേരെന്നാ? മീനിന്റെ പേരെന്നാ? പറയണില്ല. മീനിന്റെ പേരെന്നാ? ഏതെങ്കിലും പറഞ്ഞു. മുഷിയാണെന്നാ പറഞ്ഞ. ആ മീൻ മുഷിയ. ഈ മീനിന്റെ പേരെങ്ങനെയാ? ആരോ മീന്. ഈ മീനിന്റെ പേരോ? സിലോപ്പിയ. ഈ മീനോ എന്താ? കുസ്ലാരി മീന്. ഈ മീനിന്റെ പേരെങ്ങനെയാ? പറഞ്ഞു. കരിയാമീന്. ഈ മീനിന്റെ പേരോ? പറഞ്ഞോ, ഏതെങ്കിലും ഒരു മീനിന്റെ പേര് പറഞ്ഞു. വാളമീൻ. ഈ മീനിന്റെ പേരോ? പറഞ്ഞു. പെട്ടെന്ന് പറയണോ. എന്ത് മീനാ? പറഞ്ഞേ മീനിന്റെ പേര്. പറഞ്ഞു പെട്ടെന്ന്. ആലോചിച്ചു. കുറേ മീനുണ്ടല്ലോ, ആലോചിച്ചു. പറ. സിലോപ്പിയ. 2 സിലോപ്പിയ. കുറെ മീനുകളൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു മീൻ പേര് പറഞ്ഞില്ല. ഏത് മീനാ? സിലോപ്പിയ അവിടെ ഉണ്ട്. തിമിംഗലം എന്ന് പറഞ്ഞേ. പറഞ്ഞു. എന്താണ് ഇത്? നമ്മൾ കുറെ മീനുകളുടെ പേരൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഏതായാലും ഇവര് കള്ളം പറയൂല എന്നുള്ള ഉറപ്പായി. കാരണം എന്താണെന്നറിയോ? കുളത്തിൽ നിന്ന് പിടിച്ച മീനെല്ലാം വട്ടോ മീനുണ്ട്, ആരോ മീനുണ്ട്, അങ്ങനെ കുറെ മീനുകളുടെ പേര് പറഞ്ഞു. പക്ഷെ കടലിൽ നിന്ന് പിടിച്ച പേര് ഒരു മീനിന്റെയും പേര് പറഞ്ഞില്ല. അപ്പൊ ഒരു കള്ളം പറയൂല എന്നുള്ള ഉറപ്പായി.
അപ്പൊ അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി അടുത്ത് എന്താണ് ചെയ്യണ്ടേ? നമുക്ക് ഈ മീൻ കൊണ്ട് വിൽക്കണ്ടേ? ചന്തയ്ക്ക് പോവാം നമുക്ക്. അപ്പൊ ചന്തയ്ക്ക് പോകുമ്പോ എങ്ങനെയാ പോണ്ടേ? വണ്ടിക്ക് പോകണം. അപ്പൊ നമ്മൾ വണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, വണ്ടി പൊട്ടിപ്പോയെന്നാ, വണ്ടിയുടെ ചങ്ങല അവിടെ പൊട്ടിപ്പോയി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പാട്ടൊക്കെ പാടി നമുക്ക് നിർത്താം അല്ലേ? ഓക്കെ, എല്ലാരും കൂടെ അടുത്തുവാ, എല്ലാരും കൈയൊക്കെ വിട്ടിട്ട് അടുത്തുവാ. ഏത് പാട്ടാ? അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ഒരു പാട്ടൊക്കെ പാടിനെ അങ്ങോട്ട് നിർത്താമെന്ന് തീരുമാനിക്കുന്നു. റെഡിയല്ലേ? ഒന്നാം നല്ലൊരിളം കവുങ്ങ്, അങ്ങനെ ഇല വിരിഞ്ഞാടണ പാൽക്കവുങ്ങ്. പാൽക്കവുങ്ങിൻ കുല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മള് കാണൂല. കയ്യൊക്കെ കൊട്ടുന്നു. ആര് പാട് അങ്ങനെയല്ലേ ശരിയാവുള്ള കളിക്ക. ഒന്നാം നല്ലൊരിളം കവുങ്ങ്, അങ്ങനെ ഇല വിരിഞ്ഞാടണ പാൽക്കവുങ്ങ്. പാൽക്കവുങ്ങിൻ കുല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മള് കാണൂല. ഒന്നാം നല്ലൊരിളം കവുങ്ങ്, അങ്ങനെ ഇല വിരിഞ്ഞാടണ പാൽക്കവുങ്ങ്. പാൽക്കവുങ്ങിൻ കുല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മള് കാണൂല. ഒന്നാം നല്ലൊരിളം കവുങ്ങ്, അങ്ങനെ ഇല വിരിഞ്ഞാടണ പാൽക്കവുങ്ങ്. പാൽക്കവുങ്ങിൻ കുല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മള് കാണൂല. തെക്കേലെ പാത്തുന്റെ മോളാണ്, നല്ല കാണാനഴകുള്ള പവിഴപ്പെണ്ണ്. ആരും കൊതിക്കണ പൂവാണ് ഓളു, തെക്കേലെ പാത്തുന്റെ മോളാണ്. ഒന്നാം നല്ലൊരിളം കവുങ്ങ്, അങ്ങനെ ഇല വിരിഞ്ഞാടണ പാൽക്കവുങ്ങ്. പാൽക്കവുങ്ങിൻ കുല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല. മലബാറിൻ മൊഞ്ചുള്ള പെണ്ണാണ്, നല്ല മാപ്പിള പാട്ടിന്റെ ചേലാണ്. ആരും കൊതിക്കണ പൂവാണ് ഓളു, തെക്കേലെ പാത്തുന്റെ മോളാണ്. ഒന്നാം നല്ലൊരിളം കവുങ്ങ്, അങ്ങനെ ഇല വിരിഞ്ഞാടണ പാൽക്കവുങ്ങ്. പാൽക്കവുങ്ങിൻ കുല പൂത്താ പിന്നെ പൂവൊന്നും നമ്മള് കാണൂല. മലബാറിൻ മൊഞ്ചുള്ള പെണ്ണാണ്, നല്ല മാപ്പിള പാട്ടിന്റെ ചേലാണ്. ആരും കൊതിക്കണ പൂവാണ് ഓള്, തെക്കേലെ പാത്തുന്റെ മോളാണ്. ഒന്നാം നല്ലൊരിളം കവുങ്ങ്, അങ്ങനെ ഇല വിരിഞ്ഞാടണ പാൽക്കവുങ്ങ്. പാൽക്കവുങ്ങിൻ കുല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മള് കാണൂല. ഒന്നാം നല്ലൊരിളം കവുങ്ങ്, അങ്ങനെ ഇല വിരിഞ്ഞാടണ പാൽക്കവുങ്ങ്. പാൽക്കവുങ്ങിൻ കുല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മള് കാണൂല. ഓക്കെ, നല്ലൊരു കേടി നമ്മുടെ മുരളിമാഷൻ കുട്ടികളും പരിപാടി ഇവിടെ പര്യവസാനിക്കുകയാണ്. ഈ സ്കൂളിന്റെ പെട്ടിമുടി സ്കൂളിന്റെ നമ്മുടെ ഈ പ്രോഗ്രാമിന് ചുക്കാൻ പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട രാമകൃഷ്ണൻ ചേട്ടൻ ഈ പ്രോഗ്രാമിൽ നന്ദി പറയുന്നതിനായിട്ട് രാമകൃഷ്ണൻ ചേട്ടനെ ക്ഷണിക്കുക. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള രീതിയിൽ ഇരിക്കുമായിരിക്കും. എന്നിരുന്നാലും ഔദ്യോഗികമായിട്ട് നന്ദി പറയാന്നുള്ളതാണ്. നമ്മുടെ ഈ 1987-88 ബാച്ച് SLC ബാച്ച് അടിമാലി സ്കൂളിലത്തെ അംഗങ്ങളാണ്. അവരുടെ കെയർ ഓഫിൽ ധാരാ സാംസ്കാരിക വേദി ഇത്രയും നല്ലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. അതോടൊപ്പം ഈ യോഗത്തിൻ്റെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ 10 മണി പൂക്കൾ എന്നുള്ള ഈ പരിപാടിയിൽ ഔദ്യോഗികമായിട്ട് അധ്യക്ഷ സ്ഥാനം വഹിച്ച നമ്മുടെ സജീവ് സാറിന് ആദ്യമായിട്ട് എൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
അതോടൊപ്പം തന്നെ നമ്മുടെ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ അടിമാലി പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ മേഡത്തിനെയും ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും ഉള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം നമുക്കിവിടെ വളരെ നല്ല രീതിയിൽ ഒരു ബോധവൽക്കരണ ക്ലാസ്, ലഹരി വിരുദ്ധ ഒരു ക്ലാസ് തന്ന നമ്മുടെ മണിയൻ സാറിനെ എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ 10 മണി പൂക്കളുടെ അംഗങ്ങളിൽ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും തന്നെ എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ നാടിൻ്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി അതിയായി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ പരിപാടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, നാട്ടുകാർക്കും, അധ്യാപകർക്കും, മറ്റ് രക്ഷകർത്താക്കൾക്കും, കുഞ്ഞുങ്ങൾക്കും, അതുപോലെ തന്നെ കുറത്തിക്കുടിയിലെ അംഗങ്ങൾക്കും എൻ്റെ പേരിലും ഈ നാടിൻ്റെ പേരിലും ഈ സ്കൂളിൻ്റെ പേരിലുമുള്ള അതിയായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. SSLC പരീക്ഷ കഴിഞ്ഞ് 36 വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടിയ ഒരു കൂട്ടായ്മ എന്ന പ്രത്യേകത 10 മണി പൂക്കൾക്കുണ്ട്. ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ, വിവിധ ദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ട് വിവിധ കാര്യങ്ങളിൽ തൊഴിലെടുക്കുന്ന എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ഏകദേശം 90ഓളം വിദ്യാർത്ഥികളും ഏകദേശം 20ഓളം അധ്യാപകരും കൂടി ചേർന്നുകൊണ്ട് കഴിഞ്ഞ ഡിസംബർ മാസം 15-ാം തീയതി അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന പുനഃസമാഗമത്തിൻ്റെ അലയടികളാണ് ഇന്ന് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ. കാരണം ഈ കൂട്ടായ്മ ഇങ്ങനൊരു സൗഹൃദ കൂട്ടായ്മയായി രൂപാന്തരം പ്രാപിക്കുമ്പോൾ എല്ലാവരും പരസ്പരം മനസ്സിലാക്കി ഒത്തുചേരുമ്പോൾ നമ്മൾ ആദ്യം ആരംഭിച്ചത് ഈ കൂട്ടായ്മയുടെ തന്നെ ഭാഗമായ നമ്മുടെ ചില സഹോദരങ്ങൾക്ക്, സഹജീവികൾക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തുകൊണ്ടായിരുന്നെങ്കിൽ അതുപോരാ, നമുക്ക് വിശാലമായ ഈ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ ഇരുട്ടിനെ പഴിക്കാതെ ഒരു ചെറിയ കൈത്തിരിയെങ്കിലും അവിടെ കൊളുത്തുവാൻ, നന്മയുടെ ഒരു ചെറിയ പ്രകാശമെങ്കിലും അവിടെ പ്രസരിപ്പിക്കുവാൻ നമുക്ക് കഴിയണം എന്ന ഞങ്ങളുടെ കൂട്ടായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയായി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കടന്നു വന്നിരിക്കുന്ന ഈ ഗോത്രവർഗ മേഖലയിലെ കുട്ടികളുടെ പഠനോപകരണങ്ങളെ വിതരണം ചെയ്തുകൊണ്ടാണ്. അവർക്കുള്ള പഠനോപകരണങ്ങൾ എത്തിച്ചുകൊണ്ട് ഇപ്പോൾ പെട്ടിമുടി സ്കൂളിലെയും അതോടൊപ്പം തന്നെ കുറത്തിക്കുടി സ്കൂളിലെയും കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണമാണ് നമ്മളിവിടെ ഈ സ്കൂളിൽ വെച്ചിന്ന് നടന്ന പരിപാടി. നമസ്കാരം. വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. എന്താണെന്നറിയുമോ? ഇന്ന് ഞങ്ങളുടെ 10 മണി പൂക്കളുടെ ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ ചാരിറ്റി സൊസൈറ്റി ആയിട്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് പെട്ടിമുടി ഗവൺമെൻറ് ട്രൈബൽ LP സ്കൂളിൽ വെച്ച് പഠനോപകരണ വിതരണവും നടത്തുകയുണ്ടായി. അതിൽ ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. ഈ സൗഹൃദ കൂട്ടായ്മ എന്നും ഇതുപോലെ മുമ്പോട്ട് പോകുവാൻ, ഈ 10 മണി പൂക്കളുടെ കൂട്ടായ്മ എന്നും ഇതുപോലെ മുൻപോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.